സ്റ്റെപ്പ് തുടങ്ങിയാണ്. അവിടെ കൊണ്ട് വച്ചേരാം. ശ്രീമതി ലീല പണിക്കർ. ധന്യ സ്മരണയിൽ നാം ഈ അരങ്ങൊരുക്കുന്നു. അച്ഛൻ തന്നുടെ പുഞ്ചിരി ആദ്യ വിളക്കു കൊളുത്തട്ടെ, ഇന്നാദ്യ വിളക്കു കൊളുത്തട്ടെ. തഴുകി വളർത്തിയ തലമുറകളിൽ നീ തളിർത്തു നിൽക്കുന്നു. ഇന്നും തളിർജ്വല തേജോരൂപ. പ്രൊഫസർ കെ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ. ഏറെ ഞാനുൾപ്പെടെ തിരിഞ്ഞ് നോക്കുമ്പോൾ സാർ എത്ര ചെറുപ്പത്തിലാണ് നമ്മെ വിട്ടു പോയത്. ഞാൻ പറഞ്ഞു, സാറേ ഞാനും അങ്ങോട്ടാണ്. എനിക്കറിയാം സാറ് BJT ഹാളിൽ പ്രസംഗിക്കാൻ പോവാണ്. 6-7 ആക്ഷേപ ശരങ്ങൾ ഏറ്റവരാണ് 3 പേര്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ചിലർക്കറിയാം, എല്ലാ വാഴ്ത്തലുകൾക്കും എല്ലാ ഇകഴ്ത്തലുകൾക്കും ഉപരിയായി നിൽക്കുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ഈ പ്രതിഭാശാലികൾ എന്ന്. അടൂർ സാറ് സത്യത്തിൽ ഞാൻ പറയേണ്ടത് ഫൗണ്ടേഷൻ്റെ ഞങ്ങളുടെ ഒരു രക്ഷാകവചം ആണ് എന്നാണ്. 1992 ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു നാടകോത്സവം 7 ദിവസത്തെ BJT ഹാളിൽ നടന്നു. അന്ന് ഈ സ്ഥാപനം ഉണ്ടായിട്ടില്ല. ശ്രീമതി ലീല പണിക്കർ പ്രസിദ്ധ നർത്തകിയാണ്. സിനിമ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം വിഖ്യാത നടനാണ്, നാടകകൃത്താണ്, നാടക ട്രൂപ്പ് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാനാണ്. പ്രസിദ്ധ ചലച്ചിത്ര പിന്നണിയുടെ ഭരണസമിതി അംഗമാണ്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സവിനയം സ്വാഗതം, നന്ദി, നമസ്കാരം. പ്രസ്ഥാനത്തിൻ്റെ ഓരോ പുതിയ വികാസങ്ങൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരമാണ് എനിക്ക് കിട്ടുന്നത്. ഇന്ന് ആചാര്യന് ഇതിനേക്കാൾ സാറ് ചിത്രശാലയിൽ എഴുത്തച്ഛൻ മുതൽ ഇങ്ങോട്ട് എന്നിവരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യാൻ പോവുകയാണ്. ഇതുവരെയായിട്ട് അത് അറിയുന്നുണ്ട്. നോക്കിയിരുന്നോ സാറേ?
ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി എല്ലാം വെട്ടിത്തോർന്ന് പറയുന്ന ആളാണെന്ന് എഴുപറ്റി രാജകർമ്മ പറഞ്ഞു. 10 മിനിറ്റ് നിങ്ങൾ മൊബൈൽ യൂട്യൂബ് കാണരുത്. ഇവിടെ പലരും ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുന്നു, പലരും യൂട്യൂബ് കാണുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നു. ദയവീത് ഞങ്ങളെ അപമാനിക്കരുത്. ഇത്രയും സമയമെങ്കിൽ നിങ്ങൾ മൊബൈൽ മാറ്റിയിരിക്കണം. എന്ന മഹാപ്രതിഭാശാലിയുമായിട്ട് അടുത്ത ഇടപെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലോ അദ്ദേഹത്തിൻ്റെ അപൂർവ ചില പ്രഭാഷണങ്ങൾ കേട്ടുമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ഭക്തഭവനം എന്ന നാടകം വളരെ പഠിക്കുന്ന കാലത്ത് വായിച്ചാണ്. ചിത്രങ്ങളാണ് ഞാൻ അനാച്ഛാദനം ചെയ്തത്. ഇങ്ങനെ അനാച്ഛാദനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത് അവരുടെ ആത്മാവുകളുടെ അനുഗ്രഹം കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ അവരുടെ വഴിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ഒരു ചെറിയ മനുഷ്യനാണ്. ഇപ്പോൾ മാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തിരിക്കാതെ പെട്ടെന്നൊരു നേരം നീർത്തുപോകും അതെന്നേ പറയാവൂ എന്നെഴുതിയ ആളാണ് മഹാകവിന്ദാന. നീർപ്പോള പോലെ നീർക്കുമ്പള പോലെ മാറാപ്പ് കയറ്റുന്ന പോകാൻ അത് ഏറ്റവും നന്നായി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. മലയാള സിനിമാ രംഗത്താണ് ഈ എല്ലാ മാളിക പോലെ ഏറിയവർ തെണ്ടുന്നതും തെണ്ടുകൾ മാളിക പോലെ ഏറി അവൾ മഹാരാജാക്കന്മാർ ഭാവിക്കുന്നതൊക്കെ മലയാള സിനിമ കണ്ടാണ്. അതുകൊണ്ട് പൂന്താനത്തിൻ്റെ ഈ വരികൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓരോ ജീവിതങ്ങൾ എനിക്ക് ഞാൻ കണ്ടു പഠിച്ച ജീവിതങ്ങൾ മലയാള സിനിമയിൽ അങ്ങനെയുള്ള വളരെ വലിയൊരു മഹാകവി. അതായത് സംസ്കൃതത്തെ ഒഴിവാക്കി പച്ച മലയാളത്തിൽ പാട്ടിയെഴുതിയ ആളാണ് എഴുതുന്ന തമ്പി. ആ കാലഘട്ടത്തിൽ മറക്കരുത്. ആ കാലഘട്ടത്തിൽ അതായത് സംസ്കൃതത്തിന് ആധിപത്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മലയാളത്തെ പുച്ഛത്തോടെ പണ്ഡിതന്മാർ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഓമനത്തിങ്ങൾ കിടാവൂ നല്ല കോമളത്താമര പോവോ എന്ന് എഴുതുന്ന വീട്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് പൊയ്യോ എന്തു ചെയ്യേണ്ടു ഞാനയ്യോ എന്തു നീച്ചുന്നതും പൊയ്യോ അന്തപാതിരാവായല്ലോ കാന്തൻ വന്നില്ലല്ലോ വരുമെന്നല്ലോ സഖി ചൊല്ലി കിമപി വരുമെന്നല്ലോ സഖി ചൊല്ലി കിമപി പുനരപി വരുമെന്നല്ലോ സഖി ചൊല്ലി ആരോട് ചൊല്ലേനെ അഴലുള്ളതില്ല ആരോമലേ സഖി നിന്നോടല്ലാതെ ഇത്ര ലളിതമായിട്ട് പാട്ടിലാണ് ചെയ്യുന്നത് എന്ന് പണ്ഡിതന്മാരുടെ പാണ്ഡ്യത്തിന് മാത്രം വിലയിട്ടായിരുന്ന കാലഘട്ടത്തിൽ ഇത്ര ലളിതമായിട്ട് 35 വയസ്സ് മരിച്ചതാണ്. അതിനുള്ളിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചത് എത്ര വലിയ പ്രതിഭാശാലിയായിരുന്നു, എത്ര വലിയ ജീനിയസ് ആയിരുന്നു സാറിനാണ് നമുക്ക് മനസ്സിലാകും. അപ്പം ഇങ്ങനെ ഈ 3 വലിയ കലാകാരന്മാരുടെ, വലിയ എഴുത്തുകാരുടെ, വലിയ സംഗീതജ്ഞരുടെ, കാരണം പൂന്താനം ഒരു സംഗീതജ്ഞനാണ്, ഈ സംരംഭത്തിൽ പങ്കുകൊള്ളാനും പുസ്തക പ്രകാശന ചടങ്ങാണ്. ആദ്യത്തെ പുസ്തകം ശ്രീ എൻ കൃഷ്ണപിള്ളയുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ഫേമസ് ബുക്സിന് അടുത്തതായിട്ട് ബുക്സാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്തതായിട്ട് ഏറ്റവും വലിയ, അതായത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഫേമസ് ബുക്സാണ്.
അടുത്തതായി ശ്രീ അനന്തപുരം രവിയുടെ നാടക പഞ്ച നന്ദി സാർ. എടുക്കാൻ കുറച്ച് നല്ല ആരോഗ്യം, പക്ഷെ അതിലുണ്ടായിരിക്കുന്ന ആ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളുമൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പലതും നമ്മൾ അതിലും അതിന് പ്രധാനമില്ല. പോലെ ആ പുസ്തകത്തിന് അവതാരിക എഴുതാൻ കഴിഞ്ഞു എന്നത് എൻ്റെ വലിയ ഭാഗ്യങ്ങളിലൊന്നായി ഞാൻ കരുതുന്നു. എന്നോടൊപ്പം നാടകത്തിൽ സഹകരിച്ചിട്ടുള്ള യൂട്യൂബിലിടെയാണ് കേട്ടോ. യൂട്യൂബിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷൻ ചിത്രകാരൻ ഒന്ന് അവിടെ ഓർമ്മിച്ചോടനെ ഞാൻ നാളെ ഇങ്ങ് എടുത്തോളാം. അവിടെ ഒന്ന് കുഴപ്പമില്ല, ഇരിക്കട്ടോ. വീട്ടിൽ ശരിക്കും നിൽക്കണം. എന്തൊക്കെയാണ് എന്താണ് നെരിപ്പോട്. പഴയ തലമുറയിലെ എല്ലാവർക്കും അറിയാം നെരിപ്പോട്. നെരിപ്പോട് അഗ്നിയെ വഹിക്കുന്ന ഒരു വസ്തുവാണ്. ഈ അഗ്നിക്ക് ചുറ്റും ചലമങ്ങൾ പറക്കാൻ, എന്നാലും ഈ അഗ്നിയിലേക്ക് വീണാൽ അവ തിരിച്ചു പോകും. നെരിപ്പോട്. ഒരു ഹൃദയം ഇന്നെന്റെ വല്ലിയിൽ പൂക്കൾ വട്ടം കറങ്ങി ഒരു വേളയിൽ ചുണ്ടിൽ മുത്തം തരാനൊരു വണ്ടുമില്ല. മമ ജന്മഭൂമിയും മഹത്തരം ചൊല്ലിപ്പടിച്ചു വളർന്നു പണ്ടേ നമ്മൾ. അമ്മതൻ ദുഃഖം പോൽ പവിത്രമെൻ ഭാഷ നമുക്കെന്തിനു കേവലം കാഴ്ചവശമായി ഒഴുകുന്നു കായലിൻ വിരിമാറി. ആശയാരവങ്ങളൊടുങ്ങും ദിനാന്ത്യത്തിൽ ദേശസഞ്ചവപരമാണതു നവലോകനം ഇതിക്കിടയിലെ നഗ്നമാം കൃതജ്ഞത. തൊട്ടും തൊടാതെയും കാശു നൽകി ഒത്തിരി അവാർഡുകൾ പേരിനൊപ്പം ചേർത്ത് താഴെ വരാന്തയിൽ നിന്നും അച്ഛാന്നൊരു നീണ്ട വിളി കേട്ടിറങ്ങി ഓടിയുടൻ വട്ടം ഭ്രാന്തൻ സായം ന്യായമോ വാഴ്ചയ്ക്ക് പേർ ഒരു വിഷ്ടഭം തന്നിൽ ആഗമാനം ഒരു യാമം 3 മണിക്കൂർ. And how long the species will survive in good health? മുള്ളിൽ നിറയ്ക്കും കണിക്കൊന്നയുണ്ട് എൻ്റെ മനസ്സിൽ. വിഷുക്കാലമെത്താൻ വൈകിയെന്നാലും വിഷുപക്ഷി പാടാൻ മറന്നുവെന്നാലും
മാത്രം പരിപാടിയാണ് നടക്കുന്നത്. അംഗങ്ങൾ ജൂലൈ 31 മുമ്പ് പേര് വിശ്വത്തിലേറ്റവും കേമം നല്ല സൗഹൃദം ജീവികൾ മന്ത്രിമാരൻ മണ്ണിൽ മറഞ്ഞിട്ടും ഉപജീവനത്തിനുപയോഗിച്ച മണ്ണും കഴിഞ്ഞവർ നാടിന്റെ നെറുകയിൽ വീർപ്പടക്കി മഹാദിവ്യദീപം തെളിക്കുമൻ വാക്കുടവാളിന്റെ ആചാര്യഭാവമേ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി ഞാനിപ്പോ വട്ടിയൂർക്കാവിൽ പോകണം ഒരു കാര്യം. ഞാനിവിടെ വരെയല്ലേ സർഗശക്തി മരവിച്ചു പോകവേ എന്നന്തരായി സ്ത്രീകളും മറ്റു ജനങ്ങളും എന്തപരാധങ്ങൾ ചെയ്തതിനാണീ ദുരിതം വിതയ്ക്കുന്നു. എന്നാലോ കൈതവശാലി നിനക്കായി തന്നുവല്ലോ മമ ജന്മം വഴിപാടായി. പിടരുന്ന കണിക്കുന്ന എണ്ണൻ്റെ എന്നും വിഷുക്കാലമുഴൽ കണിക്കുന്ന എണ്ണൻ്റെ മനസ്സിൽ വിഷുക്കാലമെത്താൻ വൈകിയെന്നാലും ഭിക്ഷുപക്ഷി പാടാൻ മറന്നുവെന്നാലും പ്രതീക്ഷിതമായിട്ടൊരു